അതിൽ തന്നെ ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം ലൈക്ക് ഡോണ്ട് ക്വിറ്റ്. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ആ ഒരു കാര്യം എപ്പോഴാണോ നടക്കുന്നത് അതുവരെയും ഡോണ്ട് ക്വിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും MSc കഴിഞ്ഞിട്ടില്ലെങ്കിൽ MSc ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, അല്ലാത്തവരും ഉണ്ടാവാം. ഓക്കെ, സോ ആഫ്റ്റർ MSc, അതായത് ലൈഫ് സയൻസിൽ അതിന്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. ലൈക്ക് ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, സുവോളജി, ബോട്ടണി. ഞാനൊരു സുവോളജി ഗ്രാജുവേറ്റ് ആണ് കേട്ടോ. ആൻഡ് ബോട്ടണി, പിന്നെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കുറെ റിലേറ്റഡ് ഏരിയാസ്, അതിലുള്ള മാസ്റ്റേഴ്സും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ഏരിയാസ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ലൈഫ് സയൻസ്, അല്ലെ? ചിലര് ഇപ്പൊ മൈക്രോബയോളജിയിൽ മാസ്റ്റർ എടുക്കുന്നവർക്ക് മൈക്രോബയോളജി നല്ലോണം തറവായിരിക്കും. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ സുവോളജിയിലെ ക്ലാസിഫിക്കേഷനും ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. സോ അങ്ങനെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ ഒരു മാസ്റ്റർ ആയിട്ട് വരുന്ന ഹലോ, ഇസ് ദർ എനി പ്രോബ്ലം? ഹലോ, ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഓരോ സബ്ജക്റ്റിലും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവര് ഒരു കോമൺ സബ്ജക്റ്റിൽ എക്സാം എഴുതാൻ പോകുന്നതാണ് ശരിക്കും CSIR നെറ്റ് JRF ലൈഫ് സയൻസിന്റെ എക്സാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിന്റെ പേര് എന്ന് പറയുന്നത് NTA UGC CSIR നെറ്റ്. ആൻഡ് ഓൾസോ നെറ്റ് എന്ന് പറയുന്നത് ഫോർ അസിസ്റ്റന്റ് ലെക്ചർഷിപ്പ് ആണ്. ആൻഡ് JRF എന്ന് പറയുന്നത് നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പ് തരുന്ന. ഓക്കെ, അങ്ങനെ 2 സെഷൻ അല്ലെങ്കിൽ 2 ടൈപ്പ് ആയിട്ട് നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഈ ഒരു എക്സാമിനെ കുറിച്ച്, നിങ്ങൾക്ക് ഈ എക്സാമിന് എഴുതണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു മീറ്റിൽ ജോയിൻ ചെയ്തത്, അല്ലേ? അപ്പോ നിങ്ങൾ എന്തിനാണ് അത് ആഗ്രഹിച്ചത്? ലൈക്ക് നിങ്ങൾക്ക് അതൊരു പാഷൻ ആണോ? ഇപ്പോ എനിക്ക് റിസർച്ച് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. എനിക്ക് ലാബിൽ കയറി കഴിഞ്ഞാൽ തീരെ മടുക്കത്തില്ല. സോ ഞാൻ ഇതുവരെ എനിക്ക് വേറൊരു തൊഴിലിനോട് അല്ലെങ്കിൽ വേറൊരു ഏരിയനോട് അത്ര ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. സോ ഐ ഹോപ്പ് അല്ലെങ്കിൽ ഐ തിങ്ക് എന്റെ പാഷൻ എന്ന് പറയുന്നത് റിസർച്ച് ആണ് അല്ലെങ്കിൽ ലാബാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാം എഴുതി ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകാന്ന് വിചാരിച്ചത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ലൈക്ക് നിങ്ങൾക്ക് ഒരു ജോലി, അതായത് ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണോ അല്ലെങ്കിൽ ടീച്ചിങ് ആണോ നിങ്ങളുടെ കരിയർ? അതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? അതെന്താണെന്നുള്ളത്, നിങ്ങളുടെ പാഷൻ എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് CSIR എന്ന് പറയുന്ന എക്സാം എഴുതിയിട്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ പാഷനായിട്ടാണോ മുന്നോട്ട് പോകേണ്ടത്, അതോ ജോബായിട്ട് ഒരു ഏർണിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അതുപോലെ അത് മാത്രമാണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി അത് ജോബാണ്, അതായത് ജസ്റ്റ് നമുക്ക് ജീവിച്ചു പോകാൻ ഒരു വരുമാന മാർഗം എന്നുള്ള ഒരു ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആസ് എ ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പലതും അറിയുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു എന്താ പറയുക, ലൈഫ് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്നുള്ളൊരു ആ ഒരു ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മൾ ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് ഏരിയാസിൽ ലൈക്ക് പ്രൊജക്ട് സ്റ്റാഫ്, പ്രൊജക്ട് അസോസിയേറ്റ്, അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ്, അതായത് ജോലി ഇതാണ്. നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൈക്ക് ഇപ്പോൾ കുറെ പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ജനറലി നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോറി, ഈ വാക്സിൻ ഡെവലപ്മെന്റ്, കോവിഡ് വന്നു, വാക്സിൻ ഡെവലപ്പ് ചെയ്തു. സോ ഇതെല്ലാം പഠിച്ചിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ. സോ അങ്ങനെ ഓരോ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റ് അല്ലാതെ, മേജർ സയന്റിസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് അല്ലാതെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ആവശ്യമാണ്. ആ ഒരു ജോബ് നിങ്ങൾക്കൊരു റിസർച്ച് പാഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് യൂസ് ചെയ്യും. അതിന് CSIR ക്ലിയർ ആവണമെന്നില്ല. ബട്ട് നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ട് യു ഹാവ് ടു പാസ് ദ എക്സാം ഫസ്റ്റ്. ഓക്കെ, അങ്ങനെ എക്സാം ക്വാളിഫൈ ആണെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കാനും ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ QC, ഇപ്പൊ മൈക്രോബയോളജി, ബയോടെക്നോളജി ഒക്കെ പഠിച്ച ആൾക്കാർക്ക് QC ആയിട്ട് കമ്പനീസിൽ കയറാൻ പറ്റും. ആൻഡ് ഓൾസോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രൊജക്റ്റിൽ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റിന് ആവശ്യമാണ്. സാലറി കുറച്ച് കുറവാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ആൻഡ് ഓൾസോ അക്കാദമിക്സിൽ
ഈ എക്സാമിന് ശേഷം, അതായത് നിങ്ങൾക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും വേണമെങ്കിലും പഠിപ്പിക്കാൻ കയറാം. ബട്ട് അതിന്റെ പിന്നിലുള്ള ഒരു എന്താ പറയാ, ഒരു ഗാഢമായ സത്യം എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാൻ പൊതുവെ ചാൻസ് കുറവാണ്. ജസ്റ്റ് ആയിട്ട് നമുക്ക് കയറാം, ഒരു കൊല്ലം കയറാം, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫെർദർ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ അടുത്ത ജോലി അന്വേഷിക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ, സോ അതുകൊണ്ട് നല്ലതുമുണ്ട്, നല്ല വശമുണ്ട്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നും നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് ടീച്ചിങ് കരിയറിലേക്ക് പോകുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ദെൻ ഗവൺമെന്റ് ജോബ്, PSC, SSC പോലുള്ള ആ ഒരു റീജിയനിലേക്ക്, അതിൽ തന്നെ നമുക്ക് നെറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് PSC പ്രൊഫസർ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ പ്രൊഫസേഴ്സിന് അല്ലെങ്കിൽ അവിടെ ടീച്ചിങ്ങിന് വിളിക്കുന്ന അല്ലെങ്കിൽ അവിടെ ടീച്ചിങ് പോസ്റ്റിന് പെർമനന്റ് ആയിട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, PSC എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, ഇനി അത് PhD ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്, നടക്കുന്നുണ്ട് അങ്ങനെ. ഓക്കെ, സോ ഇനി റിസർച്ച് ആണ് നിങ്ങളുടെ പാഷൻ എന്നുണ്ടെങ്കിൽ, അതായത് സയന്റിസ്റ്റ് ആവണം, എനിക്ക് ലാബിൽ വർക്ക് ചെയ്താലേ കാര്യമുള്ളൂ, എനിക്ക് അതാണ് സന്തോഷം നൽകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ JRF എടുക്കാം. അതുവഴി 5 വർഷം PhD, 5 വർഷം എന്ന് പറയുന്നത് ഫെലോഷിപ്പ് കിട്ടുന്ന കാലയളവാണ്. 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നവരുണ്ട്, 7 വർഷം 8 വർഷം എടുക്കുന്നവരും ഉണ്ട്. ഓക്കെ, സോ ആഫ്റ്റർ PhD നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത് അബ്രോഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് നാട്ടിൽ PhD ചെയ്ത് അബ്രോഡ് PDF അല്ലെങ്കിൽ PDF എന്ന് പറയുന്നത് PhD കഴിഞ്ഞിട്ടുള്ള, അതായത് നമുക്ക് ഡോക്ടർ ഫിലോസഫി അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യുന്ന പോലെയാ, ഡിഗ്രി ചെയ്യുന്ന പോലെയാ. അതിന്റെ മാസ്റ്റേഴ്സ് ആണ് PDF എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. സോ ആഫ്റ്റർ PhD നമുക്ക് PDF കയറാം, അത് കൂടുതൽ അബ്രോഡ് ആണ് കണ്ടിട്ടുള്ളത്. ദെൻ സയന്റിസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് ഫേമിലൊക്കെ നമുക്ക് സയന്റിസ്റ്റ് ആയിട്ട്, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ട്, സയന്റിസ്റ്റ് ABCD എന്ന് പറഞ്ഞിട്ട് കുറെ കാറ്റഗറി ഒക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മുടെ സീനിയർ സയന്റിസ്റ്റ് ആകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പോസ്റ്റ് കൂടി വരും, അതുപോലെ തന്നെ സാലറിയും കൂടി വരും. സോ നമുക്ക് സയൻസ് ഒരിക്കലും പേ ചെയ്യില്ല എന്നുള്ളൊരു ഇത് പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളതാണ്. ലൈക്ക് ഒരു സയൻസും ഫിലോസഫിയും ആയിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ സയൻസ് വിൽ നോട്ട് പേ എന്നുള്ളൊരു ജനറൽ ടേം എപ്പോഴും കേട്ടിട്ടുണ്ട്, ബട്ട് സയൻസ് വിൽ പേ. സോ ആഫ്റ്റർ PhD നമുക്ക് PDF നോക്കാം. അതുപോലെ തന്നെ സയന്റിസ്റ്റ് ആയിട്ട് ഒരുപാട് ഗവൺമെന്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് എന്താ പറയുക, ബയോളജിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്, കൂടാതെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്, അവിടെ നമുക്ക് ജോലി ഉണ്ട്. ഓക്കെ, ദെൻ സീനിയർ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് പുതിയതായിട്ട് വൈറോളജി ലാബ് വന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ റീസെന്റ് ആയിട്ട് പുതിയൊരു വൈറോളജി ലാബ് ആലപ്പുഴയിലുണ്ട്, പിന്നെ അത് കൂടാതെ തിരുവനന്തപുരത്ത് വന്നു. സോ അവിടെ ഒരുപാട് സയന്റിസ്റ്റിന്റെ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്. സോ അങ്ങനെ PhD കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ദെൻ നമുക്ക് സ്വയം ഒരു ലാബ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ്, ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ ഇപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് PhD ഉണ്ടെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു ബ്രാൻഡ് തന്നെ തുടങ്ങാൻ പറ്റും. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. ഒരു ഓൺട്രപ്രണർ ആവാനുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അക്കാദമിക്സിൽ തന്നെയാണ് പിന്നെയും PhD കഴിഞ്ഞതിന് ശേഷം ഇഷ്ടം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ആസ് ടീച്ചിങ്. PhD ഉണ്ടെങ്കിൽ PSC വിളിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. 2019 ലാസ്റ്റ് PSC വിളിച്ച് എക്സാം ഒക്കെ നടത്തിയത് അസിസ്റ്റന്റ് പ്രൊഫസറിന്. അത് കഴിഞ്ഞ് ഇപ്പോൾ വിളിക്കാൻ ടൈം ആവുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ PhD കഴിയുന്നവർക്ക് അതൊരു ബെനിഫിറ്റ് ആണ്. അത് കൂടാതെ എല്ലാ ഗവൺമെന്റ് ജോബ്സും ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടം PhD ആണോ അതോ ടീച്ചിങ് ആണോ എന്നുള്ളതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ടീച്ചിങ് ആണ് ഇഷ്ടം, ലാബ് ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സയന്റിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ റിസർച്ചിനോട് അധികം താല്പര്യമില്ല, 5 വർഷം PhDക്ക് വേണ്ടി കളയാൻ ശരിക്കും എനിക്ക് അതിനുള്ള ടൈം ഇല്ല എന്നുള്ള ആൾക്കാരാണ്, ഒന്ന് സെറ്റിൽ ആവണം വേഗം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടീച്ചിങ്. ബട്ട് അപ്പൊ നിങ്ങളെ പഠിപ്പ് ലൈക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഹാർഡ്നെസ് നിങ്ങൾക്ക് കുറയ്ക്കാം. ലൈക്ക് നിങ്ങൾക്ക് CSIR നെറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി, PhD അല്ലെങ്കിൽ JRF എന്നുള്ള ഒരു ഓപ്ഷൻ ഫർദർ നിങ്ങൾക്ക് നോക്കണമെന്നില്ല. ഓക്കെ, ഇതുവരെ ഇല്ല, ഇപ്പൊ നടക്കുന്നുണ്ട് ബില്ല് പാസ്സാവാൻ, അതായത് PhD നിർബന്ധമാക്കണം ടീച്ചിങ്ങിന് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്.
സ്റ്റിൽ അതൊരു കൺഫ്യൂഷനിലാണ്. സോ അതുകൊണ്ട് ടീച്ചിങ് ആണ് നിങ്ങളെ താല്പര്യം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ക്വാളിഫൈ ഓൺലി നെറ്റ്. PhD ആണെന്നുണ്ടെങ്കിൽ നല്ല റാങ്കോട് കൂടെ JRF ക്വാളിഫൈ ചെയ്താലേ നിങ്ങൾ വിചാരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം, അതല്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ടാവാം. സോ അവർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് നിങ്ങളുടെ PGക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത്, ലൈക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്, CUET ക്വാളിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാഞ്ഞത്. സോ അങ്ങനെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതിനേക്കാൾ ഇരട്ടി കഷ്ടപ്പാടുണ്ട് ശരിക്കും PhDക്ക് അല്ലെങ്കിൽ CSIRനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കത് മനസ്സിലാക്കി പഠിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അത്ര എല്ലാ ജോലിയും പോലെ തന്നെ ഈസി ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. ഇനി നമുക്ക് ആകെ ഇപ്പം നമ്മൾ ഈ ഓറിയന്റേഷൻ നടത്തുന്നത് CSIR എക്സാമിന്റെ കോച്ചിങ്ങിന്, അല്ലെങ്കിൽ ആ ഒരു CSIR എക്സാം എങ്ങനെ ക്വാളിഫൈ ചെയ്യാം, എന്താണ് എക്സാം, എന്താണ് ഫ്യൂച്ചർ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. ബട്ട് നിങ്ങൾക്ക് റിസർച്ചും ടീച്ചിങ്ങും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, റിസർച്ചും ടീച്ചിങ്ങും അല്ല, റിസർച്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. ഓക്കെ, CSIR തന്നെ ക്വാളിഫൈ ചെയ്ത് ഫെലോഷിപ്പ് കിട്ടിയാലേ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടൂ എന്നില്ല. പകരം UGC നെറ്റ് ഉണ്ട്. അത് ലൈഫ് സയൻസുകാർക്ക് എൻവയോൺമെന്റൽ സയൻസിൽ, അതായത് ഇപ്പൊ മറൈൻ ബയോളജി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് എൻവയോൺമെന്റൽ സയൻസിൽ JRF കിട്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫെലോഷിപ്പും കിട്ടും. സെയിം ഫെലോഷിപ്പ്, CSIRന്റെ സെയിം ഫെലോഷിപ്പ് പ്ലസ് നിങ്ങൾക്ക് 5 വർഷം PhD ചെയ്യുകയും ചെയ്യാം. ദെൻ ഓൾസോ ഗേറ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, ബട്ട് ഒരു 500ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 400 ഓൾ ഇന്ത്യ റാങ്ക് 400ന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്കൊരു ഫെലോഷിപ്പ് വൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഐസർ, NIT, IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫെലോഷിപ്പോട് കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ക്വാളിഫൈ ചെയ്താലാണ്. സോ ഇവിടെ XL, BT, EV എന്നൊക്കെ ഇട്ടേക്കുന്നത് XL ഫോർ ലൈഫ് സയൻസ്, BT ഫോർ ബയോടെക്നോളജി ആൻഡ് EV ഫോർ എക്കോളജി ആൻഡ് എവല്യൂഷൻ. അങ്ങനെ ഡിഫറെന്റ് സബ്ജക്റ്റ് ഗേറ്റിലുണ്ട്. അപ്പൊ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് JRF കിട്ടിയത്, നെറ്റ് ഇല്ല കേട്ടോ, ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് JRF കിട്ടിയത് അതിൽ നിങ്ങൾക്ക് PhDക്ക് ജോയിൻ ചെയ്യാം. പിന്നെ വരുന്നത് ICMR. ICMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിനൽ റിസർച്ച് ആണ്. ടിഫർ ഉണ്ട്, ഐക്കർ ഉണ്ട്. ICMR, ടിഫർ എല്ലാം ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഐക്കറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിത്ത് ഫെലോഷിപ്പ് ജോയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിൽ മാത്രമാണ് ആ ഒരു ഫെലോഷിപ്പ് വാലിഡ് ആയിട്ടുള്ളൂ. സോ നിങ്ങൾ ആ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്യൂമേൽ വെക്കാം, ഞാനൊരു എക്സാമും കൂടെ ക്വാളിഫൈഡ് ആണെന്നുള്ള ഒരു, അങ്ങനെ വെക്കാം. ഇതല്ലാതെ ഫെലോഷിപ്പ് വൈസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ദെൻ DBT, ഇന്ത്യയിലൊരു അത്യാവശ്യം CSIRനൊപ്പം നിൽക്കുന്ന, CSIR മേലെ നിൽക്കുന്ന ഒരു എക്സാം ആണെന്ന് വേണമെങ്കിൽ പറയാം. DBT ക്വാളിഫൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, കാരണം കൂടുതൽ മാത്സും അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും, പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും പക്ഷെ അതിന്റെ കട്ട് ഓഫ് വരുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ JG ബിൽസ്, ആ എക്സാം ഉണ്ട്. JNU, ഓക്കെ, JNUന്റെ എക്സാം വരുന്നുണ്ട്. പിന്നെ ECTREC എന്ന് പറഞ്ഞിട്ടുള്ള, അത് ക്യാൻസർ ബയോളജിയിൽ സ്പെസിഫിക് ആയിട്ട് റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എക്സാം ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് എക്സാംസ് നമുക്കുണ്ട്. CSIR നെറ്റ് അല്ലാതെ ഒരുപാട് എക്സാംസ് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതും എല്ലാതും എഴുതാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച സബ്ജക്ട് എല്ലാത്തിലും വരുന്ന സിലബസ് എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആണെന്ന് നമുക്ക് പറയാം. ദെൻ നമ്മളിപ്പോ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാന്ന് അറിയാം, പക്ഷെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CSIR എക്സാമിനെ കുറിച്ച് അല്ല, അതിനേക്കാൾ കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് അതിനെ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചിട്ട് കറക്റ്റ് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, കട്ട് ഓഫ് കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് എക്സാം എന്താണെന്ന് ആദ്യം അനലൈസ് ചെയ്യാം. സോ നമ്മൾ ഇനി എക്സാം ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിക്കും. CSIR നമ്മൾ ക്വാളിഫൈ ചെയ്തു, JRF കിട്ടി, നമ്മൾ എവിടെയാ ജോയിൻ ചെയ്യുക? ലൈക്ക് കോളേജിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും PhD ചെയ്യുന്ന ചേച്ചിമാര്, ചേട്ടന്മാര്. പിന്നെ നമ്മൾ ഡിഗ്രി പഠിച്ച കോളേജിലും കണ്ടിട്ടുണ്ടാവും, PG പഠിക്കുന്ന സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരാണെങ്കിൽ അവിടെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് PhDക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ടീച്ചിങ് അല്ല, റിസർച്ച് തന്നെയാണ് പാഷൻ, റിസർച്ചിനോടാണ് അത്രയും താല്പര്യം എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ജസ്റ്റ് നോർമൽ കോളേജ് ഓർ യൂണിവേഴ്സിറ്റീസ്. ഫോക്കസ് ഓൺ CSIR ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 42 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് CSIRന്റെ അണ്ടറിൽ.
ബട്ട് അത് ഇന്റർഡിസിപ്ലിനറിയും അതുപോലെ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ 11 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബയോളജി ആണ്. ബയോളജിക്കൽ റിസർച്ചിന് വേണ്ടി മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് 11 ഇന്ത്യയിലുണ്ട്. സോ അതൊരു ഗ്രേറ്റ് എക്സ്പോഷർ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അവിടെ റിസർച്ച് മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ അക്കാദമിക്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, പ്യുവർ റിസർച്ച് ആണ്. സോ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഫോക്കസ് ഓൺലി ഇൻ റിസർച്ച്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഇടപഴകുന്നതും എല്ലാം റിസർച്ചിലൂടെ തന്നെയായിരിക്കും. പിന്നെ വരുന്നതാണ് NIT, അതായത് CSIR ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള സെക്കൻഡ് ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് NIT, IIT, IISERS പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്യാം. അവിടെ ആവുമ്പോൾ ഒരു കാര്യം പറയാം, അവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് കുറവായിരിക്കും. ലൈക്ക് നിങ്ങളിപ്പോ CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കേട്ടു, അവിടെ എന്ന് പറഞ്ഞാൽ പ്യുവർ റിസർച്ച് ആണ്. ബട്ട് ബാക്കി NIT, IIT, IISERS എന്ന് പറയുമ്പോൾ അവിടെ MSc പഠിക്കുന്നവരുണ്ട്, MS പഠിക്കുന്ന BSc, BSMS പഠിക്കുന്നവരുണ്ട്. അങ്ങനെ കുട്ടികളുണ്ട്. അവരെ പഠിപ്പിക്കുന്നതും നമുക്കൊരു പാർട്ടായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ PhDക്ക് അവിടെ ജോയിൻ ചെയ്യാൻ ഐസറിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ കുട്ടികളുടെ കാര്യം കൂടെ, അതായത് അവിടെ പഠിക്കുന്നവരുടെ കാര്യം കൂടെ ഒരു ചെറിയ മേൽനോട്ടം ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് റിസർച്ചും ടീച്ചിങ്ങും ഇഷ്ടമുള്ള, അതായത് രണ്ടും ഒരേപോലെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതൊരു ഗ്രേറ്റ് എക്സ്പോഷർ തന്നെയായിരിക്കും NIT, IIT, IISERS പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ദെൻ ടിഫറും അത്യാവശ്യം നല്ല റിസർച്ച് ഏരിയ, അതായത് റിസർച്ചിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് കയറി ചെന്ന് PhD ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ അമല ഹോസ്പിറ്റൽ ഉണ്ട്. അമല ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് തന്നെ അമല ക്യാൻസർ റിസർച്ച് സെന്റർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ഉണ്ട്. അവിടെ PhD ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ക്യാൻസർ റിസർച്ചിലാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഇപ്പോൾ അമൃത ഹോസ്പിറ്റൽ, അവിടെയെല്ലാം എന്താ പറയാ, റിസർച്ചിന് വേണ്ടി ഒരു ഏരിയ ഉണ്ടാവും. സോ അവിടെ PhD ചെയ്യാൻ അതും ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ്, അതായത് അലിഗർ, VIT ഈസ് എ ഗ്രേറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ബനാറസ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, അവിടെയൊക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് റിസർച്ചും ടീച്ചിങ്ങും അങ്ങനെ ആ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് കോളേജസ് വരുന്നത്. ഓക്കെ, മാക്സിമം അവിടെ കിട്ടുന്ന എക്സ്പോഷറും അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിസർച്ച് എക്സ്പോഷർ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ബട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ വി ക്യാൻ ചൂസ് കോളേജസ്. ഓക്കെ, ദെൻ നമ്മൾ റിസർച്ച് ഏരിയ ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കമ്പ്യൂട്ടേഷണൽ ബയോളജി, ജീനോമിക്സ്, ഡ്രഗ് ഡിസൈനിങ്, അതുപോലെ തന്നെ നാനോ ടെക്നോളജി, ന്യൂറോ ജെനറ്റിക്സ്, ഇങ്ങനെയുള്ള ഈ ഏരിയാസ് ഇപ്പം ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് കമ്പ്യൂട്ടേഷണൽ ബയോളജി ആണ്. കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ശരിക്കും ബയോളജിസ്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ നമുക്കിപ്പോ പ്രോഗ്രാമിംഗ്, അതായത് പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, C++, ജാവ, അങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് ശരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോ PhD അല്ല, നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ MSc കഴിഞ്ഞ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, IJB പോലെയുള്ള, ഡൽഹിയിലാണ് IJB, അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്, അതായത് ഇന്റർവ്യൂ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്താണ് അവർക്ക് വേണ്ടത് അത് ആദ്യം മുന്നിട്ട് നിർത്താൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡെവലപ്പിംഗ് ഫീൽഡ് ഇപ്പോൾ റിസർച്ച് ഏരിയാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ അബ്രോഡ് ഇതിന്റെ വളർച്ച നടക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു PhD കഴിഞ്ഞ് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ പോയി നമുക്ക് സെറ്റിൽ ആവാൻ, അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് എന്താ പറയാ PDF ചെയ്യാൻ ഒരു ലാബും ഒരു നല്ലൊരു ഗൈഡിനെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സെറ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു ഏരിയ ആണ് ബയോ ഇൻഫർമാറ്റിക്സ്. ഞാൻ പറഞ്ഞല്ലോ ഡെവലപ്പിംഗ് ഏരിയ. അതുപോലെ തന്നെ ഇപ്പോൾ കറന്റ്ലി ബയോളജിയും അതുപോലെ തന്നെ ഇൻഫർമാറ്റിക്സും രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഓഫ് റിസർച്ച് ആണ് കൂടുതലും കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. സോ ഡെവലപ്പിംഗ് ടെക്നോളജി ബാക്കി എല്ലാ മേഖലയിലും എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മളുടെ ബയോളജിക്കകത്തും ഉണ്ടാക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും, ഈവൻ എവല്യൂഷണറി ബയോളജിക്കകത്ത് അവിടെ പോലും ഇൻഫർമാറ്റിക്സ്
അത്രയും എന്താ പറയാ, അത്രയും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, ഇനി എക്സാമും അതുപോലെ തന്നെ ഇന്റർവ്യൂ. എക്സാമിന്റെ പാറ്റേൺ എല്ലാം മദീന പറഞ്ഞു തരും. എക്സാമിനെ കുറിച്ച് ഒരു എന്താണ് എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കുറേ അറിവോ അല്ലെങ്കിൽ കുറേ ആ ടോപ്പിക് അറിയാം, ഈ ടോപ്പിക് അറിയാം, ഇതിൽ ഇത്രയും അറിയാം എന്നുള്ളതല്ല. എക്സാമിന് CSIR എക്സാമിന് ഇരിക്കുകയാണെങ്കിലും ഒരു എക്സാം കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുകയാണെങ്കിലും യു മസ്റ്റ് ബി കോൺഫിഡൻറ്റ്. ഓക്കെ, എത്രമാത്രം കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ അത്രമാത്രം നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് കൂടും, നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും. എന്ന് വിചാരിച്ച് കുറച്ചൊരു ബോധം ഉണ്ടാവണം കേട്ടോ. ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ നല്ല കോൺഫിഡന്റ് ആയിട്ടാണല്ലോ ഇരുന്നത്, പിന്നെ എന്താ എനിക്ക് കിട്ടാഞ്ഞെന്നുള്ള ആ ഒരു ഇത് വരരുത്. നിങ്ങൾക്ക് സബ്ജക്റ്റ് ഒരു 50% അറിയാന്നുണ്ടെങ്കിൽ ബാക്കി 50% കോൺഫിഡൻസ് കൊണ്ട് നിങ്ങൾക്ക് ഏത് എക്സാമും ഏത് ഇന്റർവ്യൂവും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നതാണ് പ്രസൻസ് ഓഫ് മൈൻഡും കോൺഷ്യസ്നെസ്സും. അതായത് CSIR എക്സാം ക്വാളിഫൈ ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ ടോപ്പിക്കും അറിയാം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാതും അറിയാം. പക്ഷെ അവിടെ പോയിരിക്കുമ്പോൾ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ടെൻഷൻ കയറി, പേടിയായി, അയ്യോ പഠിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ആ ഒരു മൈൻഡ്, എന്താ പറയാ, മൈൻഡിൽ പേടി വന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്നതല്ല ആ ക്വസ്റ്റ്യൻ വായിച്ച് ഈ ഇവിടെ ആൻസർ ചെയ്തും അങ്ങനെ ആകെ മൊത്തം തലതിരിഞ്ഞ അവസ്ഥയാവും. സോ എത്രമാത്രം നിങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ, എത്രമാത്രം കോൺഫിഡന്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യതയും കൂടും. ഓക്കെ, നോളജ് എന്ന് പറയുന്നത് സെക്കൻഡറി ഫാക്ടറാണ്. പ്രൈമറി ഫാക്ടേഴ്സ് എപ്പോഴും വരുന്നത് കോൺഫിഡൻസും കോൺഷ്യസ്നെസ്സും പ്രസൻസ് ഓഫ് മൈൻഡും ആണ്. ഓക്കെ, എത്രമാത്രം നിങ്ങൾ ആ ഒരു എക്സാം ഹാളിൽ പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളെ ബ്രെയിൻ, ഞങ്ങൾ എടുത്ത് പറയാറുണ്ട്, നമുക്ക് ആകെ ആ ഒരു 3 മണിക്കൂർ, നമ്മൾ എത്ര വർഷങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാലും നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു 3 മണിക്കൂർ ഉണ്ടല്ലോ, ആ ഒരു 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അത് വെച്ചിട്ടാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് നിൽക്കുന്നത്. സോ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, അറിയാവുന്നത് മതി. സബ്ജക്റ്റ് ഒരിക്കലും ഫുള്ള് കവർ ചെയ്യണമെന്നില്ല, അറിയാവുന്നത് മതി. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ ഫർദർ CSIR എക്സാമിന് പഠിക്കുന്ന സമയത്ത്, പഠിച്ചു തുടങ്ങുന്നത് മുതൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, നിങ്ങൾക്ക് ഇനി എത്ര ടൈം കിട്ടിയാലും യു കാൻ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ്ലി. ഓക്കെ, മൊത്തം സിലബസ് 13 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, 13 ചാപ്റ്ററിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണിത്, ബയോകെമിസ്ട്രിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണിത്. ആ ചാപ്റ്ററിനകത്ത് ABCD എന്ന് പറഞ്ഞിട്ട് J വരെ ഒരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ഓൾമോസ്റ്റ് ഓരോ ടോപ്പിക്കിലും പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിക്കണം, മോളിക്യൂൾസ്, കെമിക്കൽ ബോൺസ് തന്നെ കുറെ ടൈപ്പ് ഉണ്ട്, വാണ്ടർവാൾ ഫോഴ്സ്, കോവലൻ ബോണ്ട്, വാണ്ടർവാൾ ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ട്, അങ്ങനെ കുറെ ബോണ്ട് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചെല്ലാം പഠിക്കണം. അങ്ങനെ ഓരോ ടോപ്പിക്കിനും പിന്നെയും സബ് ഡിവൈഡ് ചെയ്ത് വരുന്ന ആ ഒരു ടോപ്പിക്സ് എല്ലാം നമ്മൾ എടുത്ത് പഠിക്കണം. സോ അങ്ങനെ വരുമ്പോൾ ഇത്രയും ടോപ്പിക്സ് വിത്ത് 13 ചാപ്റ്റർ ആണ് വരുന്നത്. അത് ഫുള്ളും നമുക്ക് പഠിച്ചു തീർക്കുക എന്നുള്ളത് നടക്കുന്ന കേസല്ല. ഓക്കെ, ആൻഡ് നമുക്ക് 13 ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യവും ഇല്ല, പക്ക അറിയാവുന്ന ഒരു 5-6 ചാപ്റ്ററോ, ഓക്കെ, 5-6 ചാപ്റ്ററോ മാത്രം നമുക്ക് പക്ക ടെക്സ്റ്റും എല്ലാം വായിച്ച് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും 5 ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ട് എന്താക്കാനാ. ഓക്കെ, 13 ചാപ്റ്ററിൽ പകുതി പോലും പഠിക്കാണ്ട് എന്താക്കാനാന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഞാൻ, എനിക്ക് ബയോകെമിസ്ട്രി ഒന്നും അറിയത്തില്ല, കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ അറിയാം എന്നല്ലാതെ ബയോകെമിസ്ട്രി ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയില്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഡീപ്പായിട്ട് അറിയില്ല. പെരിഫറി കുറച്ച് അറിയാമെന്നല്ലാതെ ഡീപ്പായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. സോ എന്നിട്ടും ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആകെ പഠിച്ചിരിക്കുന്ന 5 ടോപ്പിക്സ്, ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള 5 ടോപ്പിക്സ് മാത്രമാണ്, ഇഷ്ടമുള്ള 5 സബ്ജക്ട് മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ സബ്ജക്ട് വെച്ച് ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഓക്കെ, ഇനി നിങ്ങൾ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇനിയിപ്പോ കോച്ചിങ്ങിനൊന്നും ചേർന്നില്ല, യൂട്യൂബ് വെച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണ്, ഞാൻ പഠിക്കാതിരുന്നിട്ടുണ്ട് അങ്ങനെ, അതുകൊണ്ടാണ് പറയുന്നത്. സോ ഒറ്റയ്ക്ക് പഠിക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത്
ആളുടെ സ്ട്രാറ്റജി ഇങ്ങനെയായിരുന്നു, ഇയാളുടെ സ്ട്രാറ്റജി ഇങ്ങനെയായിരുന്നു, ആ യൂട്യൂബർ പറഞ്ഞു ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. അതിലൊന്നും വീഴരുത്. ലൈക്ക് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ ഞാൻ എന്താന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. എനിക്കൊരിക്കലും കുറച്ച് അതായത് കുറേ ടൈം ഇരുന്ന് പഠിക്കാനൊന്നും പറ്റുന്ന ആളല്ല ഞാൻ. കുറച്ച് ടൈം കൊണ്ട് മാക്സിമം കവർ ചെയ്യുക, ഒരു ഭാഗത്തും മിണ്ടാതിരിക്കുക. ഇതാണ് എൻ്റെ ഇത്. ഞാൻ അങ്ങനെയാണ്. സോ നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഓക്കെ, ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കാതെ ഇഷ്ടപ്പെട്ട് കുറച്ച് കുറച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ, നിങ്ങൾ കൂടുതൽ പഠിക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ പഠിക്കുക, അല്ലെങ്കിൽ കൂടുതൽ വായിക്കുന്ന ആളാണെങ്കിൽ വായിക്കുക, ഒരുപാട് വായിക്കുക. ടെക്സ്റ്റ് ഒക്കെ നമുക്കിപ്പോ 13 സബ്ജക്റ്റ് ഇല്ല, പക്ഷെ ഏകദേശം 13 ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട് സിലബസിൽ. അപ്പൊ ആ ഏരിയാസ് എല്ലാം 13, 14 ഒരുപാട് ടെക്സ്റ്റുകൾ ഉണ്ട്. ഇന്റർനാഷണൽ റെഫറൻസ് വെച്ചിട്ട് ഒരുപാട് ടെക്സ്റ്റ് വരുന്നുണ്ട്. സോ എത്രമാത്രം നിങ്ങൾക്ക് ടെക്സ്റ്റിൽ വായിക്കാൻ പറ്റുമോ അത്രമാത്രം നല്ലതാണ്. എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ല, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ഒന്നും ഒരു പ്രോബ്ലം അല്ല. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത്, നിങ്ങൾ എന്താണോ പ്രോബ്ലം എന്ന് വിചാരിക്കുന്നത്, അതാണ് പ്രോബ്ലം. അല്ലെങ്കിൽ ഞാനിപ്പോ വിചാരിക്കുന്നു എനിക്ക് അതൊന്നും ഒരു പ്രോബ്ലം അല്ല, ഞാൻ ഇത്രേ വായിച്ചുള്ളൂ, ഓക്കെ ഫൈൻ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച്, എൻ്റെ ഒരു ബുദ്ധി മീൻസ് എൻ്റെ ആ ഒരു സമയത്ത് എന്താണ് എനിക്ക് തോന്നുന്നത് അത് വെച്ച് ഞാൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും എന്നുള്ള ആ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ യു വിൽ ക്വാളിഫൈ. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഓക്കെ, എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര മണിക്കൂർ പഠിക്കുക എന്നുള്ളത് എഴുതുക. പിന്നെ ഒരുപാട് നേരമൊന്നും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല, വേണ്ട. അത്രയും ടൈമും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഏത് വേ ഓഫ് പഠിക്കലാണ് നിങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെ പഠിക്കുക. ഓക്കെ, ഇനി ആഫ്റ്റർ PhD ഇവിടെ ഇപ്പോ ഞാൻ കുറച്ച് സാലറി വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, 2-3 ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ. PhD കഴിഞ്ഞതിന് ശേഷം ജോലി ഇല്ലാന്ന് ആരും വിചാരിക്കേണ്ട, ജോലിയൊക്കെ ഉണ്ട്. നിങ്ങൾ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. PDF ആണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ആഫ്റ്റർ PhD PDF ചെയ്യുക, പുറത്തു പോവുക, ഒരു സയന്റിസ്റ്റ് ആവുക, തിരിച്ചു വരിക. ഇങ്ങനെ ഒരു സംഭവമാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതല്ലാതെ നാട്ടിൽ PDF ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഓക്കെ, ദെൻ ഇത്രയാണ് എനിക്ക് എക്സാമിനെ കുറിച്ചിട്ട്, ലൈക്ക് എക്സാമിന്റെ ഓവർവ്യൂ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എക്സാമിന് മുന്നേ എന്താണ്, എക്സാമിന് ശേഷം എന്താണ്, ഇത്രയും എനിക്ക് പറയാൻ പറ്റി. ഇനി എൻ്റെ എക്സ്പീരിയൻസ് ഒരു 2 മിനിറ്റിൽ പറയുകയാണെങ്കിൽ, ഞാൻ 5 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സാമിന്. പക്ഷെ ഏറ്റവും ഫസ്റ്റ് അറ്റംപ്റ്റിൽ നെറ്റ് കിട്ടാനുള്ള ചാൻസിൽ 1%ലാണ് എനിക്കത് പോയത്. കാരണം ഞാൻ ആ PG പഠിക്കുന്ന സമയമായിരുന്നു. സോ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായി പഠിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സബ്ജക്റ്റ് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അല്ലാത്തവരും ഒന്ന് എഴുതി വെക്കുക, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുമല്ലോ. സോ എത്രമാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ അത് നിങ്ങൾക്ക് ശരിക്കൊരു മോട്ടിവേഷനാണ്, നിങ്ങൾക്ക് തന്നെ ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, ദെൻ ഡോണ്ട് ക്വിറ്റ്. നിങ്ങൾക്ക് അത് കിട്ടുന്നത് വരെ ക്വിറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, ജോബും ഉണ്ട്. നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ജോബും ഇല്ല, ഓപ്പർച്യൂണിറ്റീസും ഇല്ല, ഒന്നുമില്ല. സോ സിംപ്ലി അത് മനസ്സിലാക്കുക. പിന്നെ ഭാവിയിലേക്ക് സയന്റിസ്റ്റ് ആവാനുള്ള അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാവോ? ദിന കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഓഡിയോ ബ്രേക്ക് ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ.
സോ ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പം ജോയിൻ CSI UGC നെറ്റ് JRF എന്താണ്, അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഷാന തന്നു. ഇനി എന്തിനാണ് ഈ JRF എഴുതുന്നത്, അല്ലെങ്കിൽ JRFന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ PPT ഷെയർ ചെയ്യാം. PPT വിസിബിൾ ആണോ? വിസിബിൾ ആണ്. ഹലോ, ഓക്കെ. ഓക്കെ. സോ ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ എൻ്റെ JRF ജേർണീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ളൊരു ഓവറോൾ ഐഡിയ ഞാൻ എങ്ങനെ എഴുതിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പം ആദ്യം JRFന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. PhD ചെയ്യാം, സയന്റിസ്റ്റ് ആവാം, നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാം, സയന്റിഫിക് എഡിറ്റർ ആവാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന്റെ എല്ലാം ഫസ്റ്റ് സ്റ്റെപ്പാണ് JRF എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റീസിൽ ഞാൻ ചൂസ് ചെയ്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ആവുക എന്നുള്ളതാണ്. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? JRF ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് JRF ക്രാക്ക് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ എൻ്റെ പേര് അദീന എന്നാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് CSIR നെസ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD സ്കോളർ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു PhD ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പഠിച്ചത് സുവോളജി ആയിരുന്നു, PG പഠിച്ചത് സുവോളജി ആയിരുന്നു. PG പഠിച്ചതിന് ശേഷം ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള എക്സാമുകൾ ഇതാണ്. ആദ്യം 2023 ഗേറ്റ് ക്വാളിഫൈ ചെയ്തു. പക്ഷെ ഗേറ്റ് വെച്ച് നമുക്ക് PhDക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് CSIR തന്നെ വേണം എന്നുള്ള വാശിയിൽ ഞാൻ എക്സാം എഴുതി. പിന്നെ എനിക്ക് ക്വാളിഫൈ ചെയ്ത് ഇൻസ്പയർ JRF ആയിരുന്നു. ഇൻസ്പയർ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്ത് ക്വാളിഫൈ ചെയ്തു. പക്ഷെ സ്റ്റിൽ CSIR തന്നെ വേണമെന്ന് വാശിയായിരുന്നു. പിന്നെ DBT JRFും അത് കഴിഞ്ഞ് ജോയിൻ CSIR UGC JRFും ആണ് ഞാൻ ക്വാളിഫൈ ചെയ്തത്. അപ്പൊ ഇതില് DBT JRF വെച്ചിട്ടാണ് ഞാൻ PhDക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾക്കും JRF എങ്ങനെ ക്വാളിഫൈ ചെയ്യാന്നുള്ളതിന്റെ കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ എൻ്റെ ഒരു ഓവറോൾ JRF ജേർണി എന്ന് പറയുന്നത് ഈ സ്കാറ്റേഡ് ആയി കിടക്കുന്ന കുറച്ച് വേർഡുകളാണ്. ഓക്കെ, സോ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ആദ്യം പറയുന്നത് എന്താണ് എൻ്റെ സ്ട്രാറ്റജി, ഞാൻ യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി എന്തായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് JRFന്റെ കട്ട് ഓഫ് തന്നെയാണ്. ഈ കൊല്ലത്തെ JRFന്റെ ലൈഫ് സയൻസിന്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജനറൽ കാറ്റഗറിന്റെ കട്ട് ഓഫ് എത്രയാ? 99.08. 7 ഡെസിമൽ പ്ലേസിലാണ് എന്ത് വന്നിരിക്കുന്നത്? JRFന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പം 99 എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫ് നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് JRF കിട്ടുള്ളൂ. അപ്പം ആ ഒരു കട്ട് ഓഫിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പോയി പഠിച്ച് എക്സാം എഴുതിയാൽ പോരാ, ഒരു സ്ട്രാറ്റജി വെച്ച് തന്നെ നമ്മൾ പഠിക്കണം. അപ്പം എപ്പോ നമ്മൾ JRFന് പഠിക്കണം? ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ PG പഠിക്കുമ്പോൾ തന്നെ ഞാൻ JRFന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. PG കഴിഞ്ഞാലും നമുക്ക് പഠിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ എന്താ പറയാ, എവിടെയും ലാഗ് വരണമെന്ന് ആർക്കും ആഗ്രഹമില്ലല്ലോ. സോ മിനിമം 6 months നമ്മൾ എന്ത് ചെയ്യണം, PhDക്ക് JRFന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിവെക്കുക തന്നെ വേണം. അപ്പം ഇനി ഫസ്റ്റ് സ്ട്രാറ്റജി അത് തന്നെയാണ്. ഈ 99% എന്ന് പറയുന്ന കട്ട് ഓഫ് ക്രാക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഓക്കെ, സോ ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് സിലബസ് അറിയുക എന്നുള്ളതല്ല, സിലബസ് ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ലൈഫ് സയൻസിലെ നമ്മുടെ സിലബസ് നമുക്കറിയാം 13 ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 13 ചാപ്റ്റേഴ്സിൽ 13 ചാപ്റ്റേഴ്സും പഠിച്ചിട്ടാണ് ഒരാൾക്ക് JRF കിട്ടിയത്? അല്ല. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 13 എണ്ണത്തിൽ ഞാൻ പഠിച്ചത് ഈ മെൻഷൻ ചെയ്തിട്ടുള്ളത് മാത്രമാണ്. ഓക്കെ, അതിന് കാരണമുണ്ട്. കാര്യം എനിക്ക് ബാക്കിയുള്ളത് അറിയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഹെറിറ്റൻസ് ബയോളജി എന്ന് വെച്ചാൽ ജെനറ്റിക്സ് ആണ്. എനിക്ക് ജെനറ്റിക്സ് അറിയില്ല. ജെനറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് പഠിച്ചില്ല. പക്ഷെ അതേസമയം സെൽ ബയോളജി എനിക്കറിയാം, അപ്പൊ അത് ഞാൻ നന്നായി പഠിച്ചു. അപ്പം CSIR നെറ്റിന്റെ സിലബസിലെ 13 ചാപ്റ്റേഴ്സും
പഠിച്ചിട്ട് വേണ്ട ഒരാൾക്ക് JRF വാങ്ങാൻ. ഇനി വേറൊരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ജെനറ്റിക്സ് നന്നായി അറിയാന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ CSIR-ന്റെ എക്സാം എന്ന് പറഞ്ഞാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ. 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കണം. അപ്പൊ എനിക്ക് ജെനറ്റിക്സ് അറിയാന്ന് വാശി പിടിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കഷ്ടപ്പെട്ട് വായിച്ച് 3 മിനിറ്റിൽ കൂടി 6 മിനിറ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ അങ്ങ് വിടണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ സിലബസിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ടതും എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതും. അപ്പോൾ എല്ലാവരും ചോദിക്കും 13 ചാപ്റ്ററും പഠിക്കണോ? ഇതിൽ ഏതാണ് ഞാൻ പഠിക്കേണ്ടത്? ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ചാപ്റ്റർ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. എനിക്ക് ബയോകെമിസ്ട്രി പഠിക്കാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ എവല്യൂഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എവല്യൂഷൻ ഫുള്ള് പഠിച്ചു പോയാൽ CSIR കിട്ടില്ല. കാരണം എവല്യൂഷന് വെയിറ്റേജ് ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ സിലബസ്, CSIR-ന്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക, അതിന്റെ പേപ്പർ കയ്യിലെടുക്കുക, എന്നിട്ട് നോക്കുക 13 ചാപ്റ്റേഴ്സിൽ എനിക്ക് അറിയുന്ന പോർഷൻസ്, എനിക്ക് പരിചയമുള്ള, എനിക്ക് ഇഷ്ടമുള്ള പോർഷൻസ് ഏതൊക്കെയാണ് ആദ്യം നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കണം. ആ ഭാഗങ്ങൾ നന്നായി ക്വസ്റ്റ്യൻ ചെയ്യണം, നന്നായി പഠിക്കണം ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ 13 ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് വേണ്ട ഒരാൾക്ക് JRF കിട്ടാൻ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ വേണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു 6 മാസത്തെ കോച്ചിങ് എടുത്തിട്ടാണ് JRF എനിക്ക് കിട്ടിയത്. ആ 6 മാസവും ഞാൻ പക്കായിട്ട് ഫോളോ ചെയ്തിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ ആണ്. ഒന്നാമത്തത് പഠിക്കുക. ഈ 6 മാസത്തിൽ പഠിക്കുക എന്നല്ലാതെ വേറൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോട്ടുകൾ അത് ഷോർട്ട് നോട്ട് ആക്കി പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനൊരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിരുന്നു. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ. ഇപ്പൊ രാവിലെ ഇന്ന സമയം തൊട്ട് രാത്രി ഇന്ന സമയം വരെ എന്ന് വെച്ചിട്ട് അതിൽ ഒരു വ്യത്യാസം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ആണ്. ഈ 6 മാസത്തില് ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റ് വെച്ച് അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങളുടെ കോച്ചിങ് സെന്ററിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലെ ആയിരിക്കാം, ഗൂഗിളിലെ ഇപ്പൊ ഒരുപാട് ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കോച്ചിങ് സെന്ററിന്റെ ആപ്പിലുള്ള മോക്ക് ടെസ്റ്റ് ആയാലും എങ്ങനെയാണെങ്കിലും ആഴ്ചയിൽ ഒരു തവണ മിനിമം ഒരു വട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഓൺലൈൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ 6 മാസം നമ്മളിങ്ങനെ പഠിച്ച് പോയിട്ട് കാര്യമില്ല. പഠിച്ചത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. ഒരാഴ്ചയിൽ ഞാൻ മൊത്തം പഠിച്ചു, പക്ഷെ ആ പഠിച്ച സാധനം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയോ, എനിക്ക് എന്തൊക്കെ അറിയാമെന്നും എനിക്ക് എന്തൊക്കെ അറിയില്ല എന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെ കാര്യം റിവിഷൻ എന്നാണ്. റിവിഷനും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് വയ്ക്കുക. 1 വീക്ക് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 7th ഡേ ഫ്രീ ആയിട്ട് 7th ഡേ റിവൈസ് ചെയ്യും. അന്ന് പഠിച്ച കാര്യങ്ങൾ മൊത്തം റിവൈസ് ചെയ്യും. അല്ലെങ്കിൽ അത് 2 വീക്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മന്തിലോ റിവൈസ് ചെയ്യാം. റിവിഷൻ ഇല്ലാതെ JRF ഒരിക്കലും കിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചു. അതങ്ങ് പഠിച്ച് ഞാൻ ഒരു മാസം എടുത്ത് ഞാൻ റെപ്ലിക്കേഷൻ പഠിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ എക്സാം എപ്പോഴാ? 6 മാസം കഴിഞ്ഞിട്ടാ. ആ എക്സാമിന്റെ തലേന്ന് പിന്നെ റെപ്ലിക്കേഷൻ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ പഠിച്ചത് ആ ആഴ്ചയുടെ എൻഡിൽ തന്നെ റിവൈസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചെയ്തൊരു കാര്യം. പിന്നെ PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. പിന്നെ പിയർ ടീച്ചിങ്. ഇത് എനിക്ക് JRF കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പഠിച്ചതെന്നാണ്. നമ്മളിപ്പം ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗൂഗിൾ മീറ്റ് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടെങ്കിലും നമ്മൾ കൂടെയുള്ള ഒരു ഫ്രണ്ടിനെ ഇരുത്തി പഠിപ്പിക്കുക. ഇപ്പൊ ഞാനൊരു സാധനം വായിച്ചിരുന്ന് പഠിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇരുന്ന് 1 മണിക്കൂർ എടുത്ത് ഞാൻ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ കാര്യം സിമ്പിൾ ആയിട്ട് പഠിക്കും. അപ്പൊ പിയർ ടീച്ചിങ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. അതാണ് നമ്മൾ ഒരു ഫ്രണ്ടിനെ ഇരുത്തുക, അയാളെ ഇരുത്തി പറഞ്ഞ് പഠിപ്പിച്ചും കൊടുക്കുക. അതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. പിന്നെ ഡൗട്ട് ക്ലിയറിങ്. അതിന് നമ്മളെ മെന്റേഴ്സിന് എപ്പോഴും നമ്മളെ മെന്റേഴ്സിന്റെ ഹെൽപ്പ് എപ്പോഴും വാങ്ങണം. കാരണം നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനാണ് ശരിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മെന്റേഴ്സിനെ അടുത്ത് പോകണം. പിന്നെ സ്ലീപ്പ്. അത് എനിക്ക് ഏറ്റവും നടക്കാൻ പറ്റാതെ പോയ കാര്യമായിരുന്നു സ്ലീപ്പ്. കാരണം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും. 6 മാസം കൊണ്ട് തീർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങണം. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് JRF കിട്ടുള്ളൂ. ഇനി റിസോഴ്സസ് പറയുകയാണെങ്കിൽ
JRF കിട്ടേണ്ട മെയിൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലെക്ചർ നോട്ടുകളാണ്. നമ്മൾ ഇപ്പം എന്താ പറയുക, PGക്ക് പഠിച്ചൊരു അറിവ് വെച്ചിട്ട് എക്സാം പോയി എഴുതി കഴിഞ്ഞാൽ JRFന്റെ വക്കിൽ വരെ എത്തും, പക്ഷെ ഒരിക്കലും JRF കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ആ ക്ലാസ്സിൽ ലെക്ചർ നോട്ട് എഴുതിയെടുത്ത് പഠിക്കണം. നമ്മളൊരു ക്ലാസ് കേട്ട് എഴുതിയെടുക്കുന്നത് നമ്മളെ തലയിൽ അതേപടി കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ ലെക്ചർ നോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ റെഫറൻസ് ബുക്കാണ്. ഇപ്പം ഇമ്മ്യൂണോളജിക്ക് ക്യൂബി ഉണ്ട്, സെൽ ബയോളജിക്ക് ഇതുണ്ട്, ജനറ്റിക്സ്, അങ്ങനെ ഒരുപാട്, ബയോകെമിസ്ട്രിക്ക് ലെനിഞ്ചർ ഉണ്ട്. എല്ലാ വിഷയങ്ങൾക്കും റെഫറൻസ് ബുക്ക് ഉണ്ട്. പക്ഷെ ഈ റെഫറൻസ് ബുക്ക് നമ്മൾ ഫസ്റ്റ് ലൈൻ തൊട്ട് ലാസ്റ്റ് ലൈൻ വരെ വായിച്ചിരിക്കാനുള്ള സമയമുണ്ടോ? നമുക്ക് ഇല്ല. 6 മാസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ആ 6 മാസം ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ഇരുന്ന് വായിക്കാൻ നിന്നാൽ JRF കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടോപ്പിക്, ഇപ്പൊ നമ്മളൊരു ടോപ്പിക് പറയുകയാണെങ്കിൽ എക്കോളജിയിൽ ഇപ്പം ഏതാ, റിപ്ലിക്കേഷൻ എന്ന ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ വരുന്ന ഇമേജസ്, ആ ഫിഗേഴ്സ്, അവിടെ വരുന്ന ചാർട്ടുകൾ, ടേബിളുകൾ, ഇത് മാത്രം നോക്കുക. അതിന്റെ താഴെയുള്ള ഫുട് നോട്ട് പഠിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ ഈ റെഫറൻസ് ബുക്ക് കംപ്ലീറ്റ് ഇരുന്ന് വായിക്കാൻ നിന്നാൽ തീരൂല. അങ്ങനെ ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മൾ ഹാർഡ് വർക്കാണ്. ഞാൻ ഭയങ്കര ഹാർഡ് വർക്കാന്ന് പറഞ്ഞിരുന്നു ലെനിഞ്ചർ മൊത്തം ഇരുന്ന് വായിച്ചാൽ ബയോകെമിസ്ട്രി പഠിക്കൂ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇപ്പോ ഹീമോഗ്ലോബിന്റെ കുറവാന്ന് വിചാരിക്കുക, ആ ഗ്രാഫ് എടുക്കുക, ആ ഗ്രാഫ് വരച്ച് പഠിക്കുക, അതിന്റെ താഴെയുള്ള ഫുട് നോട്ട് പഠിക്കുക. അങ്ങനെയാണ് റെഫറൻസ് ബുക്ക് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പിന്നെ ഷോർട്ട് നോട്ടുകളും ഗ്രാഫും ഫ്ലോ ചാർട്ടും, ഇത് ഞാൻ എന്റേതായിട്ട് സ്വന്തം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് എക്സാമിന് ഓർമ്മ വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ലെക്ചർ നോട്ടുകളും പിന്നെ റെഫറൻസ് ബുക്ക് എന്നുള്ള ഇമേജസും കൂടെ ഞാൻ കമ്പൈൻ ചെയ്ത് ഞാൻ എപ്പോഴും ഒരു PDF ആക്കി വെക്കും. അപ്പൊ ഒരു ചാപ്റ്ററിന് എനിക്ക് ഒരു PDF എന്നുള്ള കണക്കിൽ എല്ലാ ചാപ്റ്ററിനും എനിക്കൊരു PDF ഉണ്ടാവും. അപ്പൊ എക്സാമിന്റെ തലേന്ന് എനിക്ക് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അതെല്ലാം എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റിസോഴ്സസിനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് JRF കിട്ടുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇത് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് PYQ സോൾവിംഗ് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ 6 മാസം ഒരുപാട് പഠിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സസ് എടുത്തു, ബുക്ക് വായിച്ചു, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ബുക്ക് വായിച്ചു, എല്ലാം ശരിയാണ്. പക്ഷെ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാതെ ഒരാൾക്ക് JRF കിട്ടൂല. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, അപ്പൊ ഞാനൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും എനിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാൻ പറ്റുന്നത്. അപ്പം എപ്പോഴാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോച്ചിങ്ങിന് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം എങ്ങനെ പോയാലും നമ്മൾ അതിലേക്ക്, ആ ട്രാക്കിലേക്ക് കയറാൻ സമയമെടുക്കും. രണ്ടാമത്തെ 1 മാസം ആയി കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് തുടങ്ങണം. ഇനി ഞാൻ അതിനുവേണ്ടി കണ്ടെത്തിയ സമയം എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും 1 hour ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കും. അതാണ് ഹൗ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 1 hour, അതിനു വേണ്ടി ഒരു സമയം സെറ്റ് ചെയ്യുക. ഈ 6 മാസത്തിൽ എല്ലാ ദിവസവും 1 hour ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം. അത് നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല, അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ഉത്തരം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങളും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഉത്തരവും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ 10 ക്വസ്റ്റ്യൻ നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അതാണ് PYQ സോൾവിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഞാൻ അവസാനത്തെ എക്സാമിന് തൊട്ട് മുൻപ് അവസാനത്തെ 2 മാസം ഒരുപാട് 16 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തിട്ടുണ്ട്. 16 എന്ന് പറഞ്ഞാൽ 2011 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തിട്ടുണ്ട്. 2011 എന്ന് വെച്ചാൽ ഒരു കൊല്ലം 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അങ്ങനെ 16 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് സോൾവ് ചെയ്തതിനു ശേഷമാണ് ഞാൻ എക്സാമിന് പോയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇപ്പോ ഒരു എന്താ പറയാ, ഒരു 4-5 യൂണിറ്റ് കംപ്ലീറ്റ് പഠിച്ചില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ എവിടെ കോമ്പൻസേറ്റ് ചെയ്തു? ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് കോമ്പൻസേറ്റ് ചെയ്തു. ഓക്കെ, അതിൽ 2 രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇയർ വൈസ് ആയിട്ടും സോൾവ് ചെയ്യാം, ടോപ്പിക് വൈസ് ആയിട്ടും സോൾവ് ചെയ്യാം. ഇപ്പം 2024 തൊട്ട് ബാക്കിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തെടുത്ത് ഒരു കംപ്ലീറ്റ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുക്കുക. ഇപ്പൊ എക്കോളജിയിൽ ഇന്ന ടോപ്പിക്കിൽ അങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കുക. ഇപ്പൊ ഒരുപാട് ബുക്കുകളുണ്ട്, ഓൺലൈൻ എല്ലാം ബുക്കുകളുണ്ട്. അതിലിങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്ര പഠിച്ചാലും PYQ എന്ത് വന്നാലും നമ്മൾ സോൾവ് ചെയ്തേ പറ്റും. പിന്നെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണെന്ന് അറിയാം. പാർട്ട് ബിയും സിയും നമ്മുടെ ലൈഫ് സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം സി എഴുതും, പിന്നെ ബി എഴുതും, പിന്നെ എ എഴുതും. ഈ ഒരു ഓർഡറിലാണ് ഞാൻ എപ്പോഴും എഴുതുക. എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സാം എത്ര മണിക്കൂറാ? 3 മണിക്കൂറാണ് എക്സാം. ആ 3 മണിക്കൂറിൽ ആദ്യത്തെ 1.5 മണിക്കൂറാണ് ഞാൻ സി പാർട്ട് സോൾവ് ചെയ്യാൻ എടുക്കുന്നത്. കാരണം എന്താ? സി പാർട്ടിൽ എത്ര മാർക്കാണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സി പാർട്ടിൽ 75 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. അതിന്റെ മാർക്ക് എത്രയാണ്? 4 മാർക്കാണ്. അപ്പൊ 4 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സീസണിൽ ഏറ്റവും വലിയ മാർക്കാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പൊ 1.5 hours ആണ് ഞാൻ പാർട്ട് സി സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കാറ്. ഇനി പാർട്ട് ബി, 50 ക്വസ്റ്റ്യൻസിൽ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം. 35 ചെയ്യണം എന്നല്ല, 35 വരെ ചെയ്യാം. അപ്പൊ അതിന്റെ മാർക്ക് എത്രയാ? 2 മാർക്ക്. അപ്പൊ 2 മാർക്കിന്റെ 35 ക്വസ്റ്റ്യൻ ചെയ്യണം. നമുക്ക് എത്ര സമയം വേണം? 1 മണിക്കൂർ മതി. പിന്നെ അതുപോലെ പാർട്ട് എ 30 മിനിറ്റ്. സത്യം പറഞ്ഞാൽ 30 മിനിറ്റ് കിട്ടാറില്ല, 15 മിനിറ്റ് എനിക്ക് കിട്ടാറുള്ളൂ. കാരണം എങ്ങനെ പോയാലും സിയും ബിയും ആണ് ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാറ്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒറ്റ കാരണം, എനിക്ക് എ പാർട്ട് അധികം അറിയില്ല. എനിക്ക് ബയോളജി അഥവാ സിയും ബിയും നമ്മുടെ ലൈഫ് സയൻസ് ടോപ്പിക്കുകളിലാണ് എന്റെ സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ്? സിയിലും ബിയിലുമാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈഫ് സയൻസ് സ്ട്രെങ്ത് ആയിട്ട് അതേസമയം മാത്സും നന്നായി പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? എ പാർട്ടിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയും ഒരു സ്ട്രാറ്റജി എടുക്കാം. ഓക്കെ, സോ ഇതാണ് എങ്ങനെ എക്സാം എഴുതുന്നത്. ഇനി ഇത് എക്സാം മാത്രമല്ല, മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ ഈ രീതിയിൽ എഴുതി പഠിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 6 മാസത്തിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഓൺലൈൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇതേ ഓർഡറിൽ, ഇതിപ്പോ എന്റെ ഓർഡറാണ്, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഓർഡർ കണ്ടുപിടിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എ ആണ് നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ എ എന്ന് സ്റ്റാർട്ട് ചെയ്യുക, സി ആണ് നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ സി എന്ന് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ മോക്ക് ടെസ്റ്റുകളിൽ തന്നെ ഇത് പഠിച്ചു പോകണം. അല്ലാതെ 6 മാസവും മോക്ക് ടെസ്റ്റ് ചുമ്മാ കുത്തി കളിച്ചിട്ട് അവസാനം എക്സാമിന് പോയിട്ട് എന്ത് ചെയ്യരുത്? ഈ സ്ട്രാറ്റജി എടുക്കരുത്. 6 മാസം ഇതേ സ്ട്രാറ്റജി പരിശീലിച്ചിട്ട് വേണം അവിടെ പോകാൻ. അതാണ് അടുത്ത ടിപ്പ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞാല് ഓപ്ഷൻ ടു ആൻസർ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഞാൻ പറഞ്ഞു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വേണ്ടി 3 മിനിറ്റ് മാത്രമേ നമുക്ക് സമയമുള്ളൂ. അപ്പൊ 3 മിനിറ്റിൽ ആ എക്സാം എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതിനുള്ളൊരു എളുപ്പവഴിയാണ്, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കിയിട്ട് ആദ്യം ഓപ്ഷനിലേക്ക് നോക്കുക. 4 ഓപ്ഷൻ പെട്ടെന്ന് വായിക്കുക. അപ്പൊ ആ 4 ഓപ്ഷനിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കണ്ടൊരു ഓർമ്മയുണ്ടാവും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക. അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ എപ്പോഴും നടക്കാറില്ല, പക്ഷെ 90% നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യന്റെ ഉത്തരം അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കളയുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് തോന്നിയാ ബി അല്ല, അപ്പൊ ബി കളയാം. ഇനി എന്ത്? എയും സിയും ഡിയും നോക്കിയാൽ മതി. അങ്ങനെ എലിമിനേഷൻ മെത്തേഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഇതല്ല എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റാറുണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് റൂളും 1 മിനിറ്റ് റൂളും. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 3 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ടും ചെയ്യാൻ ശ്രമിക്കുക. അത് ഈ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളിൽ ആ ഒരു സമയം കീപ്പ് ചെയ്തിട്ട് തന്നെ, എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിൽ കൂടുതലാവാതെ ആ ക്വസ്റ്റ്യൻ ചെയ്ത് ശീലിക്കുക. പിന്നെ ഗ്രാഫും ഫിഗേഴ്സും. ഇപ്പൊ CSIR-ന്റെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ 140 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 140 ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫും ഫിഗേഴ്സും ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മളിങ്ങനെ വായിച്ചിരുന്ന് ഒരുപാട് നേരം ഇരുന്ന് വായിച്ചിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. ജസ്റ്റ് ആ ഫിഗർ നോക്കിയാൽ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും.
നമുക്കിപ്പോ 4 മാർക്ക് കിട്ടിയാൽ മതി, 4 മാർക്ക് 2 മാർക്കും കിട്ടിയാൽ മതി. അതായത് ഇന്ന ക്വസ്റ്റ്യൻ തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് 4 മാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബി സെലക്റ്റീവ് എന്നുള്ളതാണ്. ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 140 ക്വസ്റ്റ്യൻസിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ടോപ്പിക് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്തിട്ടേ ഞാൻ ഇറങ്ങുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് കിട്ടില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ വിടണം. അതുപോലെ നമ്മൾ സെലക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഈ 140 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് വേഗമായിട്ട് അതൊന്ന് വായിച്ചിട്ട് ഈ ടോപ്പിക് എനിക്ക് അറിയുമോ നോക്കുക. ആ ടോപ്പിക് ഞാൻ ഇതുവരെ ജന്മത്തിൽ കാണാത്ത ടോപ്പിക് ആണെങ്കിൽ അത് കളയുക. കാരണം ഈ 140 ക്വസ്റ്റ്യൻസ് വായിച്ച് നിൽക്കാൻ 3 മണിക്കൂർ ഇല്ല നമുക്ക്. ഓക്കെ, നമുക്ക് 20, 50, 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് എത്ര എഴുതേണ്ടുള്ളൂ? 15, 35, 25 ക്വസ്റ്റ്യൻസ് എഴുതേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 140 ക്വസ്റ്റ്യനും ഇരുന്ന് വായിക്കാൻ നിൽക്കരുത്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എന്ന് പറഞ്ഞാല് ഞാൻ JRF ക്രാക്ക് ചെയ്യുമോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. ഇതേ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. ആ ഡൗട്ട് തീരാൻ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല എനിക്ക് കിട്ടിയത്, ഞാൻ 4th അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. ആദ്യത്തെ 3 അറ്റംപ്റ്റിൽ എനിക്ക് ജസ്റ്റ് നെറ്റിന്റെ വക്കിലെത്തി പോയി. ബാക്കി 2 അറ്റംപ്റ്റിൽ എനിക്ക് ഭയങ്കര മാർക്ക് കുറവായിരുന്നു. ഒന്നില് 30 സംതിങ് ആയിരുന്നു, ഒന്നില് 50 സംതിങ് ആയിരുന്നു, ഭയങ്കര കുറവായിരുന്നു. അതിന് കാര്യം എന്ന് പറഞ്ഞത് ഞാൻ PGക്ക് പഠിച്ച അറിവ് വെച്ചിട്ട് നേരെ പോയി എഴുതി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടാതിരുന്നത്. ലാസ്റ്റ് അറ്റംപ്റ്റില് ഞാൻ കോച്ചിങ് എടുത്ത അറ്റംപ്റ്റില് എന്ന് പറഞ്ഞാൽ കോച്ചിങ് എടുത്ത് കയറിയ സമയത്ത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റില് കിട്ടി. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഹാർഡ് വർക്ക് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ആയിരുന്നു. കാര്യം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 13 ചാപ്റ്റേഴ്സ് 6 മാസമല്ല, 1 കൊല്ലം 2 കൊല്ലം എടുത്താലും തീരാത്ത അത്രയും വലിയ സിലബസ് ആണ് നെറ്റിന്റെ. അപ്പൊ ഈ ഇത്രയും വലിയ സിലബസ് 6 മാസം കൊണ്ട് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോകെമിസ്ട്രി ഇഷ്ടമാണെങ്കിൽ ബയോകെമിസ്ട്രി മാക്സിമം പഠിക്കുക, മാക്സിമം സോൾവ് ചെയ്യുക. ഇപ്പൊ എനിക്ക് മെത്തേഡുകൾ അറിയില്ല, അപ്ലൈഡ് ബയോളജി അറിയില്ലെങ്കിൽ അത് പഠിച്ച് കഷ്ടപ്പെട്ട് സമയം കളയാനോ അത് അറ്റൻഡ് ചെയ്യാനോ പോവണ്ട. ഞാൻ പറഞ്ഞില്ലേ 13 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് പഠിച്ചിട്ടും JRF കിട്ടിയ ആരും ഇല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യണോ എന്നുള്ളത് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ കൊല്ലത്തെ എക്സാമിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് നാളെയാണ് ക്ലോസ് ചെയ്യാൻ പോണത്. അപ്പം ഇപ്പൊ ഒരു കോച്ചിങ്ങിന് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാര് ജസ്റ്റ് പോയി എഴുതുക, എഴുതിയിട്ട് എന്താണ് എക്സാം എന്ന് പരിചയപ്പെടുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്തൊക്കെ അറിയാം, എനിക്ക് എന്തൊക്കെ അറിയില്ല എന്ന് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 6 മാസം ഇതിനു വേണ്ടി ഇരുന്ന് പഠിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ടിപ്പുകൾ കാരണമാണ് എനിക്ക് JRF കിട്ടിയത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ഡെയിലി ഞാൻ എന്തെല്ലാം പഠിക്കണം, അല്ലെങ്കിൽ ഡെയിലി ഞാൻ ഇത്രയും പഠിക്കും, ആഴ്ചയിൽ ഞാൻ റിവൈസ് ചെയ്യും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് JRF കിട്ടിയത്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാല്, ഇപ്പം JRF ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ല. പക്ഷെ ഞാൻ ഇത് എന്നോട് 6 മാസത്തിനിടയിൽ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം 6 മാസത്തില് കാരണം നമ്മൾ ടെൻഷനിലായിരിക്കും, നമ്മൾ ഒരുപാട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അത് പഠിക്കണം, ഇത് പഠിക്കണം, നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് മനസ്സിലാവുക ഞാൻ എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിരുന്നു എന്ന്. പിന്നെ കഴിഞ്ഞിറങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഇത് തന്നെ പറയാനുള്ളത്, ഒരു സ്ട്രാറ്റജി വേണം. ഈ 99.08% എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജി വെച്ചെങ്കിൽ മാത്രമേ JRF കിട്ടുള്ളൂ. അപ്പം ഇതോടെ ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു മാം. മാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നോയ്സ് ഉണ്ടോ? ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരും ലെഫ്റ്റ് അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവിധ ഡൗട്ടുകളും കാര്യങ്ങളും ഇവിടെ ചോദിച്ചിട്ട് നിങ്ങൾ എന്താക്കാം, എന്നിട്ട് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇന്നത്തെ ഈ ഒരു മീറ്റിംഗോടുകൂടി നിങ്ങൾക്ക് യാതൊരുവിധ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവരുത്. ഓക്കെ,
അപ്പൊ നിങ്ങൾ മൈക്ക് ഓപ്പൺ ആക്കി ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം, ഇനി അതല്ല ചാറ്റ് ബോക്സിൽ ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീസ്. ലയ മാത്യു ഫീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്തിന്റെ ഫീസാണെന്ന് മെൻഷൻ ചെയ്താൽ. പിന്നെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചത് അബൌട്ട് ദ കട്ട് ഓഫ് മാർക്കാണ്. മാം ഒന്ന് പറയോ? ഷാന മാമോ അല്ലെങ്കിൽ അദീന മാമോ? ഹലോ, ഓഡിബിൾ ആണോ? അതെ അതെ, ഓഡിബിൾ ആണ്. കട്ട് ഓഫ് മാർക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോ ഇയറിലും ഓരോ എക്സാം കഴിയുമ്പോഴും അത് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്കിപ്പോൾ കഴിഞ്ഞ സെഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ 2012 മുതൽ വന്നിരിക്കുന്ന കട്ട് ഓഫിൽ ഏറ്റവും ഹയസ്റ്റ് ആയിരുന്നു എല്ലാ കാറ്റഗറിയിലും. സോ ആ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് അതായിരുന്നു ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്. സോ കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. കട്ട് ഓഫ് ശരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ വർഷം അല്ലെങ്കിൽ ആ ഒരു സെഷനിൽ എത്ര കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. ആ എക്സാം എഴുതുന്ന കുട്ടികളിൽ നമുക്ക് 2 ടൈമിലാണ് എക്സാം വരുന്നത്. ലൈഫ് സയൻസിൽ പിള്ളേർ എഴുതുന്നത് കൂടുതലായതുകൊണ്ട് ആപ്ലിക്കേഷൻ വരുന്ന ആ ഒരു കുട്ടികളുടെ, അതായത് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് മോർണിംഗ് സെഷനും ഈവനിങ് സെഷനും എക്സാം വരുന്നുണ്ട് 2 സെഷനായിട്ട്. അപ്പോൾ മോർണിംഗ് സെഷന് എത്ര കുട്ടികൾ അറ്റൻഡ് ചെയ്തു, അതിൽ ഓരോരുത്തരും അറ്റൻഡ് ചെയ്ത എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, അവരുടെ ടോട്ടൽ മാർക്സ്, അതിന്റെ ആവറേജ്, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് ശരിക്കും കട്ട് ഓഫ് ഇടുന്നത്. എത്ര ഫെലോഷിപ്പ് കൊടുക്കണം എന്നുള്ളതും കൂടെ വെച്ചിട്ടാണ് അവർ കട്ട് ഓഫ് ഇടുക. സോ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫിന്റെ നമ്പർ കൂടാൻ കാരണം, കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് 24 ജൂൺ അല്ല 23 ഡിസംബർ ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. 24 ജൂൺ അല്ല, കഴിഞ്ഞ വട്ടം എന്നല്ല, കഴിഞ്ഞ വർഷത്തതാണ് പറഞ്ഞത്. സോ 24 ജൂണിൽ 23 ജൂണിൽ വരുമ്പോൾ ഓൾമോസ്റ്റ് ജനറൽ കാറ്റഗറിയിൽ ഒരുപാട് പേർക്ക് JRF-ഉം നെറ്റും ജസ്റ്റ് മിസ്സായി. ലൈക്ക് അവർക്ക് കട്ട് ഓഫിന്റെ അടുത്ത് വന്ന് നിന്ന് പോകുന്നത്. നമുക്കും ഇപ്പൊ എനിക്കും അങ്ങനെ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് 23 ജൂണിൽ 0.5-നാണ് എനിക്ക് JRF പോയത്. കാരണം അതുവരെയുള്ള കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതലായിരുന്നു പെർസെൻറ്റേജിൽ. പക്ഷെ കട്ട് ഓഫ് വന്നപ്പോൾ അവരിട്ട കട്ട് ഓഫ് ആ ഒരു 2012 മുതലുള്ള വർഷങ്ങളിലേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് കിട്ടാണ്ട് പോയി. സോ അതെല്ലാം ആ വർഷം എഴുതുന്ന കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ എത്ര ഫെലോഷിപ്പ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 900 ഫെലോഷിപ്പ് അങ്ങോട്ടായിരുന്നു കൊടുത്തത്. അപ്പോൾ എമൗണ്ട് കുറഞ്ഞു, 2000 സംതിങ് കൊടുത്തുകൊണ്ടിരുന്നത് കുറഞ്ഞു ഇത്രയായി. അടുത്ത വട്ടം, അതായത് ഈ വട്ടം 24 ജൂണിൽ ശരിക്കും കട്ട് ഓഫ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു 1% 2% മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അടുത്ത വട്ടം ഇനിയും കൂടാനുള്ള ചാൻസ് ആണ് കാണുന്നത്. സോ ഓരോ കാറ്റഗറിക്കും ഓരോ കട്ട് ഓഫ് ആണ്. ജനറൽ ഒരു കട്ട് ഓഫ്, OBC-ക്ക് ഒരു കട്ട് ഓഫ്, SC/ST ഒരു കട്ട് ഓഫ്, EWS ഒരു കട്ട് ഓഫ്, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിക്കും ഡിഫറെന്റ് കട്ട് ഓഫ് ആണ്. സോ അങ്ങനെയാണ് കട്ട് ഓഫ് മാർക്സ് വരുന്നത്. ഓക്കെ, ഹലോ, അതിൽ ഒരു ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മളെപ്പോഴും എയിം ചെയ്യുന്നത് കട്ട് ഓഫിലേക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്ര കട്ട് ഓഫ് വാങ്ങണം അങ്ങനെ. പക്ഷെ അങ്ങനെ എയിം ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പൊ ഷാന പറഞ്ഞ പോലെ ഇപ്പൊ 99.08 ആയിരുന്നു ലാസ്റ്റ് കട്ട് ഓഫ്. അടുത്ത തവണ കട്ട് ഓഫ് 99.9 ആയ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ കട്ട് ഓഫ് ഒരിക്കലും എന്താ പറയാ കോൺസ്റ്റന്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എയിം ചെയ്യേണ്ടത്, ഇപ്പൊ സി പാർട്ട് 75 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 25 അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 25 അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു 23 എങ്കിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എയും ബിയും സിയും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് തെറ്റാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കട്ട് ഓഫിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, കാരണം കട്ട് ഓഫ് എല്ലാ കൊല്ലം മാറിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ട് MSc ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡയറി ഇൻഡസ്ട്രി എന്ന കോഴ്സിന് നെറ്റ് ഉണ്ടോ? UGC നെറ്റിൽ ഉണ്ടോന്ന് അറിയത്തില്ല. CSIR-ൽ ആ ഒരു സബ്ജക്റ്റ്, അതായത് എല്ലാ സബ്ജക്റ്റുകളും ലൈഫ് സയൻസിൽ വരുന്ന എല്ലാ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എല്ലാതും ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് ബയോടെക്നോളജി, മറൈൻ ബയോളജി, അത് അങ്ങനെ ഓൾമോസ്റ്റ്
എല്ലാതും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. പിന്നെ നമുക്ക് നെറ്റ് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് അവർ ഓപ്ഷൻ തരും, CSIR എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ തരും ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് നെറ്റ് വേണ്ടത് എന്നുള്ളത്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചത് ഒരു സബ്ജക്ട്, PGക്ക് പഠിച്ചത് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഡിഗ്രിക്ക് നിങ്ങൾ സുവോളജി പഠിച്ചു, PGക്ക് നിങ്ങൾ അക്വാകൾച്ചർ പഠിച്ചു എന്ന് വിചാരിക്കും. നിങ്ങളിപ്പോൾ അക്വാകൾച്ചർ ആണോ അല്ലെങ്കിൽ മൈക്രോബയോളജി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നത് അതിലാണ്. നെറ്റ് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിപ്പിക്കാൻ പോകാൻ പറ്റുക. ഓക്കെ. ജനറലി അങ്ങനെയാണ് എടുക്കുക, മറ്റു സബ്ജക്ട് പഠിപ്പിക്കുന്നവരുണ്ട്. ഓക്കെ. അപ്പോൾ ഐ തിങ്ക് അതിലുണ്ടെന്ന് ദീനയ്ക്ക് അറിയുന്നുണ്ടെങ്കിൽ. അല്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ, നമ്മൾ എന്തായാലും അത് ചെക്ക് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഒരാൾ കോഴ്സ് ഫീസ് ചോദിച്ചിട്ടുണ്ട്, അതെന്തിന്റെ കോഴ്സ് ഫീസ് ആണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. പിന്നെ അടുത്തത് MSc ബയോടെക്നോളജിയിൽ CSIR കിട്ടിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലുള്ള സ്കോപ്പിനെ കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. MSc ബയോടെക്നോളജിയിൽ CSIR കിട്ടിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലുള്ള സ്കോപ്പ്. MSc ബയോടെക് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എഴുതുന്ന എക്സാം CSIR ലൈഫ് സയൻസ് തന്നെയാണ്. CSIR എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അത് ലൈഫ് സയൻസിൽ തന്നെയാണ്. അതൊരൊറ്റ സബ്ജക്റ്റ് ആണ്. അതിൻ്റെ അണ്ടറിൽ MSc ഏത് പഠിച്ച ആൾക്കാരും, അതായത് ബയോളജിയിൽ ഏത് സബ്ജക്ട് പഠിച്ച ആൾക്കാരും അതിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ. അപ്പോൾ നമ്മളത് അതിൽ CSIR കിട്ടിയിരുന്നുണ്ടെങ്കിൽ CSIR കിട്ടി JRF ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർച്ചിനെ വെച്ചിട്ട്, അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന റിസർച്ചിൽ പാർട്ടാവാൻ പറ്റും. ബയോടെക്നോളജി അല്ലാതെ ടെക്നിക്കൽ വർക്കിലാണ് കൂടുതൽ ഇൻക്ലൂഡഡ് ആവുക, അതായത് കമ്പനീസ് ലൈക്ക് QC അങ്ങനെയുള്ളതിലൊക്കെയാണ്. സോ അങ്ങനെ കമ്പനീസിൽ വരുമ്പോൾ നമുക്ക് റെസ്യൂമ കൂടുതൽ പവർഫുൾ ആയിരിക്കും നമുക്ക് ആ ഒരു എക്സാം ക്വാളിഫൈഡ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടെ നോക്കുന്നത് ശരിക്കും എക്സ്പീരിയൻസ് ആണല്ലോ. മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് റിസർച്ച്, ആ ഒരു ഏരിയയിൽ നമുക്ക് പോകാൻ പറ്റുക. MSc അപ്ലൈഡ് ടോക്സിക്കോളജിക്ക് നെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഓപ്ഷൻ തരും ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് നെറ്റ് വേണ്ടതെന്നുള്ളത്. അതിൽ ഓപ്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സുവോളജി അതുപോലെ തന്നെ ബോട്ടണി അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ജനറലായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ. നമ്മളത് അപ്ലൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തില്ല കേട്ടോ. അല്ല, നമുക്ക് അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ആണല്ലേ? ഓക്കെ. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്ന MSc ടോപ്പിക് അല്ലാത്തതുണ്ടെങ്കിൽ അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതറിൽ നമ്മൾ ടോക്സിക്കോളജി എന്ന് കൊടുക്കുക, എന്നിട്ട് നെറ്റ് അപ്ലൈ ചെയ്യാം. പക്ഷെ എഴുതുന്നത് ലൈഫ് സയൻസ് ആയിരിക്കും. ലൈഫ് സയൻസിൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. സെറീനയുടെ ക്വസ്റ്റ്യൻ ഒന്ന് മൈക്ക് ഓപ്പൺ ആക്കി ചോദിക്കും. പിന്നെ ഒരാള് നമ്മളെ കോച്ചിങ്ങിന്റെ ഫീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെ കോച്ചിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CSIR ഫെബ്രുവരി സെഷൻ കൊടുക്കുന്നുണ്ട്, ജൂൺ സെഷൻ കൊടുക്കുന്നുണ്ട്. ഫെബ്രുവരി സെഷൻ കൊടുക്കുന്നത് ക്രാഷ് കോഴ്സ് ആണ്, 1499 രൂപന്റെ ഒരു കോഴ്സാണ്. ഡെയിലി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പക്ഷെ ജൂൺ സെഷനിലേക്ക് ഉള്ളത് 10,000 രൂപയുടെ ഒരു കോഴ്സാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആക്സസ് ആയിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നാണോ നെറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ JRF കിട്ടുന്നത് ആ സമയം വരെ നിങ്ങൾക്ക് അത് ആ ഒരു ക്ലാസ്സിൽ ആക്സസ് ഉണ്ടായിരിക്കും. അതായത് റെക്കോർഡ് ക്ലാസ്സിലേക്ക്, ലൈവ് ക്ലാസ്സുകളിലേക്ക് ജൂൺ വരെയാണ് ആക്സസ് ഉണ്ടാവുക. വീക്ക്ലി 4 days ആണ് ക്ലാസ് ഉണ്ടാവുക. ഒരു ഡേ 2 hour ക്ലാസ് ഉണ്ടാവും. എക്സാം എന്നാണോ നടക്കുന്നത് അതുവരെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം 1500 പേജിന്റെ നോട്ട്, പ്രിന്റഡ് നോട്ട് നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു തരും. നോട്ടിന് ചെറിയ അഡീഷണൽ പേയ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ PDF നമ്മളെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മളെ ആപ്പ് ഐഫോൺ, ആൻഡ്രോയിഡ്, ലാപ്ടോപ്പിലൊക്കെ അവൈലബിൾ ആണ്. സോ അത് ത്രൂ നിങ്ങൾക്ക് PDF വായിക്കാൻ പറ്റും. ഇനി അതെല്ലാം പ്രിന്റഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു തരും. പിന്നെ നിലവിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഞങ്ങൾ സൗജന്യമായിട്ട് ജനുവരി 1 മുതൽ ജനുവരി 30 വരെ 2011 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസും അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താക്കുന്നുണ്ട്, ഒരു
പിന്നെ ഡെയിലി മോഡൽ എക്സാംസ് നടക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് January 1-നാണ്. ഡെയിലി എല്ലാ ദിവസവും മോഡൽ എക്സാംസ് ഉണ്ടാവും. എല്ലാ ദിവസവും നൈറ്റ് അതിന്റെ റിസൾട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഔട്ട് ചെയ്യും. സോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അതിന് യാതൊരുവിധ പേയ്മെന്റും ഇല്ല. 30 ദിവസം 30 എക്സാമുകളാണ്. സോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും നമ്മളെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കണം. ഗ്രൂപ്പിലാണ് അതിന്റെ ഡീറ്റെയിൽസ് വരിക. എല്ലാവർക്കും ഇന്ന് നൈറ്റ് തന്നെ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മോഡൽ എക്സാംസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം കേട്ടോ. പിന്നെ ഫൈനലി പറയാനുള്ളത് നമ്മളെ ഫാക്കൽറ്റീസിനെ കുറിച്ചാണ്. ഷാന മാമിനെ പോലെ, അദീന മാമിനെ പോലെയൊക്കെയുള്ള മാമന്മാരും സാർമാരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ രോഹിണി മാമാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് വരുന്നത്. മാമിന് ഓൾ ഇന്ത്യ റാങ്ക് 18 ആയിരുന്നു. ഇപ്പൊ NIT കാലിക്കറ്റിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ റിഫാസ് സാർ ഉണ്ട്. സാറ് ഡൽഹിയിൽ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വാഹിദ് സാർ ഉണ്ട്. സാറ് അലിഗഡിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ JRF ഹോൾഡേഴ്സ് ആണ്. സോ ഇതുപോലെ 8ഓളം JRF ഹോൾഡേഴ്സ് ഓരോ ടോപ്പിക് സ്പെഷ്യലൈസ് ചെയ്ത് ഒരു ടീച്ചറാണ് എടുക്കുക. സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് കോച്ചിങ്ങിന് പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇൻസ്റ്റാൾമെന്റ് പ്ലാനുകളൊക്കെ അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയവർ എല്ലാവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ ആ കോച്ചിങ്ങിനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കി തന്നെ ചോദിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, വൈൻഡപ്പ് ചെയ്യുന്നതിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അപ്പൊ എല്ലാവരും ലെഫ്റ്റ് ആയി കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പ് പബ്ലിക് ആണ്. നിങ്ങൾ ആ ഗ്രൂപ്പ് തന്നെ ചോദിച്ചാൽ മതി. നമ്മളെ ടീച്ചേഴ്സ് പലരും ആ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. സോ ഇന്നത്തെ ഈ സെഷന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്ന ഷഹന മാം, ഫസ്റ്റ് സെഷൻ ഡീൽ ചെയ്ത് ഷഹന മാം, താങ്ക് യു ഷഹന മാം. അതിനുശേഷം ക്ലാസ് എടുത്ത അദീന മാം, താങ്ക് യു അദീന മാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത്രയും നേരം നമ്മൾ എൽആൻ അക്കാഡമിയുടെ ക്ലാസ് ശ്രമിച്ചിരുന്ന എല്ലാവിധ സ്റ്റുഡൻസിനും നമ്മൾ എൽആൻ അക്കാഡമിയുടെ ഭാഗത്ത് നിന്നും എന്റെ ഭാഗത്ത് നിന്നും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ആൾ. എല്ലാവർക്കും ലെഫ്റ്റ് അടിക്കട്ടോ. താങ്ക് യു.